അതിപുരാതനവും പ്രശസ്തവുമായ വടകര സെൻറ് ജോൺസ് പള്ളിയിൽ ഇന്ന് പ്രധാന പെരുന്നാൾ ആരംഭിക്കുന്ന ദിവസം അന്ന് വിശുദ്ധ ബലിയർപ്പിക്കുവാനും കൊടിയെ ഉയർത്താനും ഒക്കെ കിട്ടിയ അളവറ്റ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇടവക്കാർക്ക് അനുഗ്രഹപ്രദമായ ഒരു പെരുന്നാൾ കൊണ്ടാടുവാൻ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സർവ്വവിധ അനുഗ്രഹങ്ങളും ഈ ഇടവകയോടും ഇതിൻ്റെ ഭാരവാഹികളോടും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നിന്റെ ഉയർപ്പിനെ തുടർന്ന് സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തു. നിന്റെ വിജയത്തിന്റെ കൊടിയാകുന്ന സ്ലീബ സാത്താനെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെ അടയാളമാകുന്നു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ പിതൃസർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപവിഷയേറ്റവരായ ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു. നിന്റെ ആദ്യത്വിക വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരുമെന്ന് ജ്ഞാനിയായ ശലോമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലീഹ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടിയുയർത്തുമ്പോൾ ആ പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഞങ്ങളുടെ വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവയ്ക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ. നിന്റെ മാതാവിന്റെയും സ്ത്രീയന്മാരുടെയും സഹതന്മാരുടെയും ജീവിത മാതൃകയെ പിന്തുടരുന്നതിനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും അനുഭവവേദ്യമാകണമേ. നിന്റെ കുരിശടയാളം കൊടികളിൽ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധത്തിൽ തോപ്പിച്ച കുസ്തന്തീനോസ് ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാളിന് ഉയർത്തുന്ന കൊടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കൊടി ഉയർത്തപ്പെടുന്നു.